ഇന്ന് ധവളപത്രം അത് UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്ന ഒരു കാര്യമാണ്. ധവളപത്രം ഇതാ വരാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സഭയിൽ അത് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടിയൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ട, ധവളപത്രം വരട്ടെ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. അതേസമയം സർക്കാരിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞ് മെയ് മാസം 1-ാം തീയതി എന്തായിരുന്നു നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി, എത്രമാത്രം ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു, റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ തന്നെ പുറത്തു വന്നിരുന്നു രേഖകൾ സഹിതം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ധവളപത്രം എന്ന സർക്കാരിൻ്റെ നീക്കം. അത് ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. സഭയിൽ വെച്ചേക്കാം. ഗവർണറുടെ നയപ്രഖ്യാപന ത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച അതാണിപ്പോൾ സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വന്നത്. ഇന്നത് അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഈ നന്ദി പ്രമേയ ചർച്ചയിൽ ഏറ്റവും അവസാനമായി സംസാരിക്കുക. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ ചർച്ചയ്ക്ക് മറുപടി പറയും. അങ്ങനെ നിയമസഭ താൽക്കാലികമായി പിരിയും. തുടർന്ന് ഈ മാസം 19-ന് UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിന് വേണ്ടി വീണ്ടും ചേരും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ധവളപത്രം ഇന്ന് പുറത്തു വന്നേക്കും എന്ന വിവരം കൂടിയുള്ളത്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കമലേഷാണ് നമ്മൾക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. നമുക്കിതാ കമലേഷിലേക്ക് ഒന്ന് പോകാം. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. രാവിലെ നിയമസഭയ്ക്ക് മുന്നിലാണ്. MLA-മാരൊക്കെ രാവിലെ നിയമസഭാ സമ്മേളനത്തിന് എത്തും മുമ്പ് തന്നെ കമലേഷും നമ്മുടെ വാർത്താ സംഘവും അവിടെ തയ്യാറാണ് അല്ലേ? മഴയുണ്ടോ അവിടെ? തീർച്ചയായും ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസുകാരൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നിലവിൽ ഇപ്പോൾ ഞങ്ങളേതായാലും രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് 9 മണിക്ക് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. രാവിലെ ഒരു മഴയുടെ അന്തരീക്ഷം തിരുവനന്തപുരത്ത് കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മഴ തോർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കമലേഷിന് ലൈവുമായി നിൽക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് നിയമസഭയിൽ? ഞാൻ തുടക്കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇന്ന് ഈ സെഷൻ്റെ സഭാ സമ്മേളനം ഇന്ന് തീരുന്നു. നന്ദി പ്രമേയ ചർച്ച പൂർത്തിയാവുന്നു. ഇതിനിടയിൽ ധവളപത്രം ഇന്നുണ്ടാകും എന്ന് കേൾക്കുന്നുണ്ടല്ലോ കമലേഷ്. ശരത്, തീർച്ചയായും ഇന്നിപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ അവസാന ദിനം കൂടിയാണ്. ഇന്നത്തോടുകൂടി ഈ നന്ദി പ്രമേയ ചർച്ച അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് നന്ദി പ്രമേയ ചർച്ചയിൽ അവസാനമായി പങ്കെടുക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടു കൂടിയാണ് നന്ദി പ്രമേയ ചർച്ച അവസാനിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് മറുപടി നൽകും. അതോടുകൂടി ഈ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളത്, നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം അതോടൊപ്പം അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനം പാപ്പരാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് തുടർന്ന വാദങ്ങളാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അധികാരത്തിലേറിയതിന് ശേഷം അവർ പ്രധാനമായും പറഞ്ഞത് തങ്ങൾ ധവളപത്രം പുറത്തിറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിനെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ ധവളപത്രം ഇറക്കൂ, നമുക്ക് അപ്പോൾ കാണാം, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ്. ആ നിലയിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പ്രതിപക്ഷവും ആ ധവളപത്രം പുറത്തിറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി, അതിൻ്റെ ഒരു സാമ്പത്തിക നില എന്താണ് എന്നത് വ്യക്തമാക്കുന്നതായിരിക്കും ഈ ധവളപത്രം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ചില തെറ്റായ പ്രചരണങ്ങളാണ് ഈ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആൻ്റണി, മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള AK ആൻ്റണി ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് കേരളം പാപ്പരാണ്, 5 പൈസ ഖജനാവിനകത്ത് ഇല്ല എന്നുള്ള ചില മുൻകൂർ ജാമ്യം, അതായത് നടപ്പിലാക്കേണ്ട സാധനങ്ങളൊന്നും പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റില്ല, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്ന് ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ അത്തരമൊരു പ്രസ്താവന ആൻ്റണിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനെതിരെയാണ് നേരെ കൈരളി ന്യൂസ് ഉൾപ്പെടെ ആ വാർത്ത വളരെ കൃത്യമായി വിവരാവകാശ രേഖ പുറത്തുവിട്ടുകൊണ്ട് അതിൻ്റെ വാർത്ത വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവന്നു. 5800 കോടിയോളം രൂപ ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ പടിയിറങ്ങിയിട്ടുള്ളത് എന്നതാണ്. ഏതായാലും ആ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള VD സതീശൻ സർക്കാർ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചത്, മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തുക അനുവദിക്കുന്നത്. അതായത് വന്ന ഉടനെ അവർക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അനുവദിക്കുന്നതിനുള്ള തുക അവിടെ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി അവർക്ക് തുക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പെരുന്നാളിന് മുന്നേ അത് കൊടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില നിലവിൽ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നിലയിൽ ഇന്ന് ധവളപത്രം പുറത്തിറക്കും, സഭയിൽ അത് വെക്കും. അത് ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് VD സതീശനാണ് ധവളപത്രം
അതെ കമലേഷ്, ഏവരും ഉറ്റുനോക്കുന്നത് ധവളപത്രം എന്നത് കമലേഷ് പറഞ്ഞ പോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്, നീക്കിയിരിപ്പിനെ സംബന്ധിച്ച്, ധനസ്ഥിതിയെ സംബന്ധിച്ച് ശരിയായ ഒരു വിവരമായിരിക്കുമോ, അത്തരമൊരു രേഖയാകുമോ, അതോ അതിനപ്പുറം യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കും ആ രേഖയിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളത് പറഞ്ഞത്. അതാണ് 5400-ൽ പരം കോടി രൂപ മെയ് 1-ന് കേരളത്തിൻ്റെ ഖജനാവിലുണ്ടായിരുന്നു എന്ന രേഖ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് മാത്രമേ ആളുകൾക്ക് ഈ ധവളപത്രത്തെ സമീപിക്കാനും കഴിയുള്ളൂ. ഒരു കാര്യം, ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞ ആ പ്രയോഗമുണ്ടല്ലോ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് കേരളത്തിൻ്റേത്, അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയായ ശേഷം സഭയ്ക്കകത്തോ പുറത്തോ എവിടെയെങ്കിലും അദ്ദേഹം അങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ടോ കമലേഷ്? ശരത്ത്, ഏറ്റവും വലിയ തമാശയും അതുതന്നെയാണ്. ആദ്യഘട്ടത്തിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പറയുകയും പക്ഷേ അതേ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, 1000 കോടിയിൽ ഉൾപ്പെടെ ഏറെ രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി, വിതരണത്തിന് വേണ്ടി ഉൾപ്പെടെ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെ നൽകാൻ കഴിഞ്ഞു എന്ന ചോദ്യം അപ്പോൾ മുതൽ പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെങ്കിൽ ആ പൂച്ച അത്രയേറെ കഴിവുള്ള പൂച്ചയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കെ രാജൻ ഉൾപ്പെടെ സഭയിൽ പറഞ്ഞിട്ടുള്ളത്. മാജിക് അറിയാവുന്ന പൂച്ച എന്നുള്ള നിലയിലേക്ക്. ഏതായാലും ആ നിലയിൽ വലിയ ഒരു വിമർശനപരമായി തന്നെ, അല്ലെങ്കിൽ ഒരു ഹാസ്യരൂപേണ ഉൾപ്പെടെ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ആ നിലയിൽ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിക്ക് മാറേണ്ടിയും വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പക്ഷേ ഈ പൂച്ച പെറ്റ് കിടക്കുന്ന വർത്തമാനം ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും ഈ ധവളപത്രത്തോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ധവളപത്രം പുറത്തിറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള കിഫ്ബി സംബന്ധിച്ച് എങ്ങനെയാണ് കിഫ്ബിയെ അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് നിലയിലാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുൾപ്പെടെയുള്ള കാര്യത്തിലും ഒരു നിലപാട്, ഒരു നയം ഇന്ന് സർക്കാർ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ നേരത്തെ തന്നെ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അധികാരത്തിലേറിയാൽ കിഫ്ബി പിരിച്ചുവിടും, കിഫ്ബി ഇല്ലാതാക്കും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള UDF മുന്നണിയാണ് നിലവിൽ അധികാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കിഫ്ബിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട സാഹചര്യം നിലവിലില്ല. എന്തായാലും സംസ്ഥാനത്തുടനീളമുള്ള റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, അത്തരത്തിൽ നിരവധിയായ സംസ്ഥാനത്തിൻ്റെ വികസന ഒരു മുഖമുദ്രയായി തന്നെ കിഫ്ബി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾ കൊണ്ട്. ആ നിലയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടിയ ഒരു സംവിധാനം കൂടിയാണ് കിഫ്ബി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ കിഫ്ബിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം UDF നടത്തുമോ എന്നുള്ളത് കൂടിയാണ് കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് കടിഞ്ഞാണിടുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാക്കി അതിനെ കൊണ്ടുപോകാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്കായിരിക്കുമോ UDF പോവുക, അല്ലെങ്കിൽ ഈ പുതിയ മന്ത്രിസഭ പോവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടി ആളുകൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ഏതായാലും ഇന്ന് രാവിലെ 8 മണിക്ക് ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ധവളപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക, അതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് 9 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കും. ഈ നന്ദിപ്രമേയ ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ ധവളപത്രം പുറത്തിറക്കുന്ന, അല്ലെങ്കിൽ ധവളപത്രം സഭയിൽ വയ്ക്കുന്ന നടപടികളിലേക്ക് കടക്കുക. ശരത്. ശരി, കമലേഷാണ് നിയമസഭയിൽ ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ധവളപത്രം ഇന്ന് സർക്കാർ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ നൽകിയത്. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തെ തുടർന്നുള്ള നന്ദി പ്രമേയ ചർച്ച അത് അവസാനിക്കുന്നു. അതുപോലെ ധവളപത്രം വന്നേക്കാം. ആ ധവളപത്രം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ശരിയായ ധനസ്ഥിതിയെ സംബന്ധിച്ച വിലയിരുത്തലാകുമോ, അതോ ഒരു രാഷ്ട്രീയ രേഖയായി അത് പരിണമിക്കുമോ എന്ന ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ്. അതുപോലെ കിഫ്ബിയെ സംബന്ധിച്ചൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ് കിഫ്ബി എന്നുള്ളത്. ആ നിലയിലേക്ക് അതിനെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ അതിനെ ആ രീതിയിൽ മാറ്റിയെടുത്തിരുന്നു. അപ്പോൾ കിഫ്ബി ഉപേക്ഷിക്കാനും തള്ളാനും കൊള്ളാനും വയ്യാത്ത നിലയിലാണ്. കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞുപോയി. പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ കിഫ്ബിയുടെ അനിവാര്യത, അത് ആ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുന്ന, തിരിച്ചറിയുന്നൊരു സർക്കാർ എന്ന നിലയിൽ ആ സർക്കാർ നിശ്ചയമായും അതിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത നിലയിൽ നിൽക്കുന്ന UDF ആണ്. കിഫ്ബിക്ക് മുമ്പിൽ നിൽക്കുന്ന UDF നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെയാണ് അതിനൊരു സാഹചര്യം. അപ്പോൾ നിയമസഭയിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചൊരു ഏകദേശ ചിത്രം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്.